ഡാഡി തുടക്കത്തിൽ തന്നെ വേറൊരു കാര്യം കൂടെ പറഞ്ഞിരുന്നു. ഡാഡിയുടെ ഫാദർ ഒരു ഉപദേശിയായിരുന്നു. അപ്പം എനിക്കറിയാവുന്നതുകൊണ്ട് ഞാൻ പറയാണ്, ഡാഡിയുടെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ, എന്റെ ഡാഡിയുടെ ഗ്രാൻഡ് ഫാദർ തൊട്ട് ഒരു മിനിസ്ട്രി ക്രിസ്ത്യൻ മിനിസ്ട്രി ചെയ്തവരാണ്. സോ ഇറ്റ്സ് കൈൻഡ് ഓഫ് എ യുണീക് ഫാമിലി. എല്ലാവരും ജനിക്കുന്ന ഇങ്ങനത്തെ ഒരു ഫാമിലിയിലല്ല. അപ്പം ഡാഡിയും അതിൻ്റെതായ പ്രയാസങ്ങളും അതിൻ്റെതായ അനുഗ്രഹങ്ങളും എല്ലാം കണ്ടിട്ടുണ്ട്. അപ്പൊ ഇപ്പം നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ അതെല്ലാം ഒരു അനുഗ്രഹമായിട്ട്, അവരുടെ ത്യാഗങ്ങളെല്ലാം ഒരു അനുഗ്രഹമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഏതെങ്കിലും ഒരു സമയത്ത് ഡിഡ് യു ഫീൽ ഇറ്റ് വാസ് ലൈക്ക് ഇത് വേണ്ടായിരുന്നു, എന്തിനാ അവർ ഇറങ്ങി തിരിച്ചത്, അങ്ങനെ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്? എപ്പോഴും ഡാഡിക്ക് ഇതൊരു അനുഗ്രഹം മാത്രമായിരുന്നു എന്നുള്ളൊരു ചിന്തയായിരുന്നു? അല്ല, എന്നെ സംബന്ധിച്ച് അവര് ചെയ്തത് ഭയങ്കര പോഷത്തിനുമാണെന്ന് തോന്നിയ ഒരു കാലമുണ്ടായിരുന്നു. ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാല് 1943 എന്റെ വല്യപ്പച്ചനും വല്യമ്മച്ചി അവര് പള്ളിപ്പാട്ട് പിന്നെ പടനിലത്ത് പുത്തൻ പറ്റുന്ന നല്ല കുടുംബത്തിലാണ് ജനിച്ചു. അപ്പൊ ആ കാലത്ത് പ്രൊവിഷണറി ഷോപ്സ് എന്ന് പറയുന്നത് അതാണ് ഇന്നത്തെ മിനി സൂപ്പർ മാർക്കറ്റ്. പിന്നെ വല്യപ്പ സ്വന്തമായിട്ടൊരു പ്രൊവിഷണറി ഷോപ്പ് ഉണ്ടായിരുന്നു. അന്ന് അപ്പച്ചൻ പറയുന്നത് പെട്രോമാക്സ് വെച്ച് കച്ചവടം നടത്തുന്ന ഒരു കട അപ്പച്ചൻ്റെ ഉണ്ടായിരുന്നു. അവർ 8 മുറി കട വേറെ പുള്ളി വാടക കൊടുത്തിരുന്നു. അങ്ങനെ അത്യാവശ്യം ജീവിക്കാൻ ചുറ്റുപാട് കുറച്ച് നിലവും കൃഷിയൊക്കെ ഉണ്ടായിരുന്നു. ആ കാലങ്ങളിൽ പാസ്റ്റർ പോളും പാസ്റ്റർ കൊച്ചുകുഞ്ഞ പാസ്റ്റർ ടൈറ്റസ് അങ്ങനെ കുറെ സിലോൺ ബന്ധുക്കോസ് മിഷൻ നടത്തുന്നു. സിലോൺ ബന്ധുക്കോസിലെ കുറെ പാസ്റ്റർമാർ അവിടെ വന്നിട്ട് കുറച്ച് സുവിശേഷ കൊടുത്തത് നടത്തി ആ കാലത്താണ് ഇപ്പോഴത്തെ TPMന്റെ ചീഫ് പാസ്റ്റർ ആയിരിക്കുന്ന പാസ്റ്റർ എബ്രഹാം മാത്യുവിന്റെ ഗ്രാൻഡ് ഫാദറൊക്കെ ഈ വിശ്വാസത്തിൽ വന്ന കാലം. അപ്പൊ ആ സമയത്ത് എന്റെ വല്യപ്പച്ചനും വല്യമ്മച്ചി അപ്പൊ ഇങ്ങനെ ഇവർ ഈ ഞങ്ങളുടെ വീടിന്റെ മുറ്റത്തോടെ നടന്നു പോകും. ഞങ്ങളുടെ വല്യമ്മച്ചി അവര് നോക്കും, നല്ല വെള്ള വസ്ത്രധാരികളാ. അപ്പോൾ ഇവര് പിന്നെ ഇവരുടെ കൂടെ വലിയ ഹൈ പിന്നെ അന്നത്തെ കാലത്ത് നല്ല നിലപ്പെട്ട ഫാമിലിക്കാരും ഇല്ലെങ്കിലും വലിയ സന്തോഷമായിട്ട് ഒരു പാട്ട് പാടും, കയ്യിലൊക്കെ ഡ്രം ഒരു ടാമറിനെ കാണും, ഇങ്ങനെ പോവായിരുന്നു. അപ്പോൾ ഒരു പ്രാവശ്യം പള്ളിപ്പാട്ട് കവലയെ വെച്ച് ഒരു പരസ്യം നടത്തി. അപ്പം പിന്നെ ഒരു പാസ്റ്റ് ഇംഗ്ലീഷ് പ്രസംഗിക്കുന്നു, ഒരാൾ മലയാളത്തിൽ. അപ്പം ഇവരുടെ ഇംഗ്ലീഷ് പ്രൊഫഷൻസ് ഒക്കെ കിട്ടുമ്പം ഇവർക്ക് ഇംഗ്ലീഷ് അറിയത്തില്ലല്ലോ. അപ്പം അന്നത്തെ കാലത്ത് ബ്രിട്ടീഷ് ഭരണകാലമാണ്. അപ്പം ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരാൾ മലയാളത്തിൽ തർജ്ജമ ചെയ്യുന്നു, ആൾക്കാർ കേൾക്കുന്നു. അപ്പൊ ഞങ്ങളുടെ അമ്മച്ചിക്ക് ഇതിനോട് താല്പര്യം തോന്നി. അപ്പൊ ഈ പിന്നെ ഇവര് ഞങ്ങൾ പാരമ്പര്യ യാക്കോബായ സമുദായത്തിൽ ഇല്ലാത്ത ചില കാര്യം യാക്കോബായില് പല കുർബാനക്രമങ്ങളും ചൊല്ലുകളൊക്കെ ഉണ്ട്. അതിനകത്തെ അർത്ഥം ഈ സാധാരണ ജനങ്ങളിലേക്ക് എത്തുന്നില്ല. അപ്പൊ അതിനകത്ത് എഴുതിയ കാര്യങ്ങൾ വെച്ച് കഴിഞ്ഞാൽ ലോകം താത സഹോദര ജാതിയതും തറവാടും ആകയുപേക്ഷിച്ചേശുവിനായി മരണം സ്നേഹിച്ചെന്ന് പറഞ്ഞാൽ എന്റെ നാമനിമിത്തം അപ്പനെ അമ്മയും. ഇത് നമ്മളൊരു സാധാരണ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഇതൊന്നും ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതിന് അർത്ഥം പറഞ്ഞു കൊടുക്കാനോ അല്ലെങ്കിൽ ആ അർത്ഥം സഭാജനങ്ങളിലേക്ക് എത്തിക്കാനോ അന്നത്തെ സഭാ നേതൃത്വം മേൽക്കെട്ടില്ല. അപ്പൊ ഇവരെ സംബന്ധിച്ച് വളരെ ലളിതമായ ഭാഷയിൽ കർത്താവ് യേശുവിന്റെ സ്നേഹത്തിന് അമ്മച്ചിക്ക് അട്രാക്ട് ചെയ്തു. അമ്മച്ചി തക്കിക്കൊണ്ട് ഇവരെ പള്ളിപ്പാടൊരു വീട് വാടകയ്ക്ക് എടുത്ത് താമസിക്കുക, ഒന്നും കഴിക്കാനൊന്നുമില്ല. അപ്പൊ അമ്മച്ചി എന്ന് വെച്ച് കഴിഞ്ഞാല് അപ്പച്ചൻ അറിയാതെ വീട്ടിൽ നിന്ന് തേങ്ങ അരി കൊടുക്കും. അങ്ങനെ അപ്പച്ചൻ ഇത് കേട്ടിട്ട് അമ്മച്ചി ഒത്തിരി ഉപദ്രവിക്കുകയായിരുന്നു. അങ്ങനെ ചില വർഷങ്ങൾ ഇങ്ങനെ അമ്മച്ചി ഇങ്ങനെ രഹസ്യമായിട്ട് ഇങ്ങനെ ഇവരുമായിട്ട് മീറ്റിംഗ് നടത്തുക. പിന്നെ ഇവര് ഇതിന് പട്ടണ കാലത്ത് നടന്നു പോകുമ്പോൾ അമ്മച്ചി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അന്നത്തെ കാലത്ത് അണയുന്നവര് 8 അണ 1 അണ എന്നൊക്കെ വരും. ഇന്നത്തെ 100 രൂപ 200 രൂപ പലതര. ഇത് പ്ലാവിന്റെ നമ്മുടെ ജാക്ക് ഫ്രൂട്ടിന്റെ ഇലക്കകത്ത് ഈ കോയിന് പൊതിഞ്ഞിട്ട് ഇങ്ങനെ അവര് നടന്നു പോകുമ്പോൾ ആരും കാണാതെ ഇങ്ങനെ അവരുടെ ദേഹത്തോട്ട് എറി വേറെ നോക്കുമ്പോൾ തുടങ്ങി. അപ്പൊ അവർക്ക് മനസ്സിലായി അച്ഛമ്മ ഇട്ട് കൊടുത്താണ്, അതുകൊണ്ട് പോവായിരുന്നു. അങ്ങനെ ചില വർഷങ്ങൾ അമ്മച്ചിയുടെ നിരന്തരമായ പ്രാർത്ഥന അപ്പച്ചനെ വിശ്വാസത്തിൽ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മച്ചിക്ക് ഇവനെ കർത്താവിന്റെ വേലയ്ക്ക് പോകണമെന്നൊരു. അപ്പൊ അപ്പച്ചന് അത് ഉൾക്കൊള്ളാൻ പറ്റിയ കാര്യം. പിന്നെ 3 കുഞ്ഞുങ്ങളുണ്ട്. ഈ 3 കുഞ്ഞുങ്ങളും കർത്താവിന്റെ വേലയ്ക്ക് പോകുന്ന പറയുന്നത് കേൾക്കാനില്ല. പക്ഷെ ഈ ഇവരുടെ കൂട്ടായ്മയിൽ കൊണ്ട് പോയി കഴിഞ്ഞപ്പോഴാണ് അന്നത്തെ കാലത്ത് കുടുംബസ്ഥരായ ആൾക്കാരാണ് കർത്താവിന്റെ വേലയ്ക്ക് സുവിശേഷ വേലക്കാരാണ്. അങ്ങനെ പിന്നെ എന്റെ അമ്മച്ചി പറഞ്ഞു നമുക്ക് കർത്താവിന്റെ വേലയ്ക്ക് പോകാം. അപ്പൊ അപ്പച്ചനെ സംബന്ധിച്ച് ഉൾക്കൊള്ളാനേ പറ്റിയില്ല. അപ്പൊ അത് അങ്ങനെ പ്രാർത്ഥിച്ച ദിവസം ഞങ്ങളുടെ അപ്പച്ചനും തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇവരുടെ കട വാങ്ങാൻ ആളില്ല, വസ്തുക്കൾ വാങ്ങാൻ ആളില്ല. കാര്യം അത്രയും വില കൊടുത്ത് വാങ്ങണ്ടേ.
ഒരു 8 മുറി കട, നമ്മള് 8 ഷട്ടർ എന്ന് പറയുന്ന പോലെ അന്നത്തെ കാലത്ത്. പിന്നെ അതുകൊണ്ട് 8 മുറി കട 8 മുറി കടയുണ്ട്. അത് വാങ്ങാൻ ആരും വരാഞ്ഞിട്ട് അവസാനം പിന്നെ ഞങ്ങളുടെ വല്യപ്പച്ചനെ, അപ്പം ഈ പെന്തക്കോസ്തിൽ ചേർന്നപ്പോൾ തന്നെ അവിടങ്ങളില് ഞങ്ങളുടെ കുടുംബ ഞങ്ങളുടെ ആ ഫാമിലി അവരെ കുടുംബയോഗത്തിൽ നിന്ന് മാറ്റി. കാര്യം ഈ തൊട്ടുകൂടാത്തവന്റെയും തീണ്ടിക്കൂടാൻ വയ്യാത്തവന്റെയും പെന്തക്കോസിൽ പോയി ബന്ധിക്കോസിൽ പോയി ചേർന്നും പറഞ്ഞ് അന്നത്തെ കാലത്ത് എന്റെ വല്യപ്പച്ചൻ കാർഡ് കാണിച്ചു. അന്ന് പോസ്റ്റ് കാർഡ് എന്ന് പറയും. അപ്പൊ കുടുംബയോഗത്തിന് വേണ്ടി കുടുംബയോഗത്തിന്റെ ട്രസ്റ്റ് അയച്ചൊരു പോസ്റ്റ് കാർഡാണ്. അതിന്റെ കണ്ടന്റ് എന്ന് പറയുന്നത് പടനിലത്ത് പുത്തമ്പരയിൽ ഈപ്പച്ചന്റെയോ ഈപ്പച്ചന്റെ മക്കളുടെയോ മരണത്തിനോ വിവാഹത്തിനോ നമ്മുടെ കുടുംബത്തിന് ആരും പങ്കെടുക്കാൻ പാടില്ല എന്നതിനാൽ അറിയിച്ചുള്ളൂ. അങ്ങനെ ഒരു ഊരുവരക്കെന്ന് പറയും. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ പിന്നെ ഈ വസ്തുക്കൾ വാങ്ങാൻ ആരും. അപ്പം എന്റെ വല്യപ്പച്ചന്റെ ജ്യേഷ്ഠ ആളായിരുന്നു. പുള്ളി പറഞ്ഞു, പിന്നെ നീ വേണേ സ്ഥലം എടുത്തു. അന്നേ കാലത്ത് 350 രൂപയ്ക്ക് 350 റുപ്പീസിന് 100 തേങ്ങ കിട്ടും ആ കാലമാണ്. അപ്പൊ അന്ന് 350 രൂപയ്ക്കാണ് ഈ വീടും ഈ സ്ഥലം കൂടെ അപ്പച്ചൻ കൊടുത്തിട്ട് അങ്ങനെ കർത്താവിന്റെ വേലയ്ക്ക് വന്നപ്പോ ഭയങ്കര പട്ടിണിയുടെ കാലമാണ്. ഏറ്റവും കൂടി കഴിക്കാനൊന്നുമില്ല. അപ്പൊ ഇവരുടെ പൊളിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മക്കളെയും കൊണ്ടാണ് വരുന്നത്. അപ്പൊ എന്റെ പിതാവിന് 14 വയസ്സ്, എന്റെ പിതാവിന്റെ ഒരു അനിയന് 8 വയസ്സ്, എന്റെ ഒരു ആന്റി ഉണ്ടായിരുന്നു, ആന്റിക്ക് 3.5 വയസ്സ്. ഈ 3 കുഞ്ഞുങ്ങളെയും കൊണ്ടാണ് കർത്താവിന്റെ വേലയ്ക്ക് വന്നത്. അപ്പൊ അന്ന് ഈ പിന്നെ പാഷ KP കോശി എന്ന് പറഞ്ഞൊരു അപ്പച്ചുണ്ടായിരുന്നു. അദ്ദേഹം മരിച്ചു. ഒരു പഴയ പൈനൽ പാഷ KP കോശി, പിന്നെ പാട്ടത്തിൽ അവറാച്ച് എന്ന് പറയാം, PM എബ്രഹാം എന്ന് പറഞ്ഞ അപ്പച്ചന്, ഇവരെല്ലാം കുടുംബമായിട്ട്. അതുപോലെ പിന്നെ പാഷ ചാണ്ടപ്പിള്ള, അദ്ദേഹത്തിന്റെ മക്കളുടെ പാഷ ഫിലിപ്പി ചാണ്ടപ്പിള്ള. അങ്ങനെ എല്ലാ ഫെയ്ത്തും കൊണ്ട് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി വന്നവരെല്ലാം കുടുംബമായിട്ട് താമസിക്കുക. അപ്പൊ അവര് വിറ്റ് കൊണ്ടുവന്ന മുതല് അന്നത്തെ കാലത്ത് വീതിച്ചെടുക്കുക, അങ്ങനെ അവരുടെ അത്യാവശ്യ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ എന്റെ വല്യപ്പച്ചനും ഈ സുവിശേഷം വന്നു. അപ്പൊ എന്റെ പിതാവ് വളർന്നതല്ല 14 വയസ്സ് വരെ പപ്പ വിടാതിന് ശേഷം വളർന്ന് ഫെയ്ത്തോമില്ല. പട്ടിണിയോട് പട്ടിണി. പപ്പ ഒരു പ്രാവശ്യം പറയായിരുന്നു. അപ്പൊ ഒരു 10-24 പിള്ളേരുണ്ട് കൊട്ടാരക്കര സെന്റർ ഫെയ്ത്തോമില്ല. അപ്പൊ ഫെയ്ത്തോമിൽ ചെറിയ ഹോളാ. ഹോളിനകത്ത് ഹോളെന്ന് പറഞ്ഞ ഒരു ചെറിയ ഷെഡാ. ആ ഷെഡിനകത്ത് പിള്ളേർക്ക് അപ്പനും അമ്മയൊന്നും കഴിച്ചില്ലെങ്കിലും ഇപ്പം എന്റെ മക്കള് നിന്റെ മക്കളെല്ലാം ഉണ്ട് വിചാരിച്ചു. അപ്പൊ നിന്റെ മക്കളെ നോക്കുന്നത് ഞാനായിരിക്കും, എന്റെ മക്കളെ. അപ്പൊ അങ്ങനെ ഒരു ഇതാ. അല്ലാതെ എന്റെ മോനെന്ന് അവര് മക്കളെ സ്വന്തം മക്കളായിട്ട് സ്നേഹം കണ്ടെങ്കിലും അങ്ങനെ സ്വന്തം മക്കൾക്ക് വേണ്ടി മാത്രമൊന്നും ചെയ്തിട്ടില്ല. അപ്പൊ ഈ സ്വന്തം മക്കളുടെ ഇടയിൽ വേർകൃത്യം കാണിക്കാതിരിക്കാൻ വേണ്ടി അവർ ചെയ്ത കാര്യം, ഈ പായിടും, പുൽപ്പായ തഴുപ്പായിട്ടിട്ട് ഈ അന്നത്തെ ചെറിയ വാഴയിലയോ അല്ലെങ്കിൽ വട്ടയുടെ ഇലയോ, വട്ടയെന്ന് പറയും, ആ ഇലയ്ക്ക് അതിങ്ങനെ നിരത്തിയിട്ടിട്ട് കപ്പ ഇങ്ങനെ ആദ്യം ഒരാൾ പോയിട്ട് ഈ വിളമ്പും, കപ്പയോ ചോദിക്കുന്ന വിളമ്പിന് ശേഷം പിള്ളേരെ മുറിക്ക് അതിന് ഡോർ വന്ന് വിടും. ആദ്യം പോയിരിക്കുന്നത് കിട്ടുക. അതല്ലാതെ നീ അവിടെ ഇരിക്കുക അങ്ങനല്ല. അപ്പൊ ഇവര് ഈ ചില പശുക്കളെ വറക്കിടുന്ന പോലെ പട്ടിണിയാ. ഭാര്യ ഫെയ്ത്തുള്ളൊന്നും കഴിക്കാനില്ല. അപ്പൊ പപ്പ പറയായിരുന്നു, ഈ 2 ഡോറിനൊക്കെ ചെറിയ ദ്വാരം ഉണ്ടല്ലോ, പപ്പ ഇങ്ങനെ ദൂരെ നോക്കി ഏത് കൂട്ടത്തിലാണ് കൂടുതൽ കപ്പയുള്ളത് അവിടെ പോയിരിക്കും. അങ്ങനെ പിന്നെ എനിക്ക് ഓർമ്മയുണ്ട്, എന്റെ ഫാദർ ദൈവം സഹായിച്ചത് ഞാനിവിടെ വന്ന ശേഷം ജോലിയൊക്കെ ആയി, പപ്പ പാസ്റ്ററായി. അപ്പോഴും പിന്നെ പപ്പാടെ പോയി ചോറ് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം ചോറ് അങ്ങനെ കഴിക്കത്തില്ല, നമ്മുടെ വീട്ടിൽ നിന്ന് കഴിക്കത്തില്ല. നമ്മളെ ഇരുത്തി കഴിപ്പിച്ചിട്ട് നീ കഴിച്ചു കഴിഞ്ഞാൽ പപ്പ ഇപ്പം ചോറും ഇറച്ചിയും 2-3 കൂട്ടാൻ കറിയൊക്കെ ഉണ്ട്. പപ്പ കുറച്ച് വെള്ളം എടുത്തിട്ട് കുറച്ച് പിന്നെ മദറിനോട് പറയാം ഒരു പാത്രം കൊണ്ടുകൊണ്ടാൽ മതി. അതുകൊണ്ട് ഈ ചോറിന്റെ പകുതി എടുത്തിട്ട് ആദ്യം ഈ കഞ്ഞിവെള്ളം ഒഴിക്കും, ഉപ്പിടും, മോരൊഴിച്ച് ഇങ്ങനെ ഈ കഞ്ഞി പരുവത് കഴിക്കുന്ന നല്ലത്. എന്താ പറയാ, ഇങ്ങനെ കഴിച്ച് പഠിച്ചിട്ടുള്ളൂ. അപ്പൊ ഒരു 3-4 കൂട്ടാനൊക്കെ കഴിയുമ്പോൾ അവർക്ക് തന്നെ അതിനകത്തൊരു ഒരു പ്രയാസമാണ്. അപ്പൊ അങ്ങനെ വളർന്നത്. ആ മരിക്കുന്നവരെയും പുള്ളിയുടെ ആഹാരമൊക്കെ അങ്ങനെ ആ ട്രെയിനിങ്ങിലായിരുന്നു. പിന്നെ എന്റെ ഉൽപ്പാപ്പൻ അന്ന് 8ാമത്തെ വയസ്സിൽ സിലോണിൽ നിന്നൊരു ഭാഷ, ഹാബിൽ നിന്നൊരു ഭാഷ വന്നു. അപ്പൊ അദ്ദേഹം സിലോണിൽ നിന്നതുകൊണ്ട് കേരളത്തിൽ ഭയങ്കര പട്ടിണി പ്രയാസം. അന്ന് സിലോണിലെ അനുഭവം കുറച്ചുകൂടെ ഭാഷ പോലുള്ള സമയമാണ്.
അപ്പൊ കൺട്രി ആണെങ്കിലും കുറച്ച് ഡെവലപ്ഡ് ആയിരുന്നു. അന്നത്തെ കാലത്ത് നമ്മൾ ഇന്ന് ഗൾഫിലൊക്കെ പോകുന്ന പോലെ അന്ന് പോകുന്ന സ്ഥലങ്ങളാ മലയ, സിലോൺ, ഇറാൻ, മലയ, മലേഷ്യ. മലേഷ്യ സിംഗപ്പൂരിന് പിന്നെ മലയാളി ഈ കരിമ്പ് കൃഷിക്ക് വേണ്ടി ആദ്യം കുറെ ആൾക്കാരെ കൊണ്ടുപോയി. അപ്പൊ ആ കൂട്ടത്തിൽ പഠിച്ച കുറെ മലയാളികളെ കൊണ്ടുപോയിട്ട് ഈ ഇംഗ്ലീഷുകാർക്ക് പിന്നെ അസിസ്റ്റന്റ് ആയിട്ട് എഴുത്തുമാനെ അറിയാവുന്ന ആൾക്കാരെ കൊണ്ടുപോയി മലയാളം. പിന്നെ പോകുന്നത് സിലോണിലേക്ക് പോകാൻ. സിലോൺ. അപ്പൊ സിലോൺ കുറച്ച് കൊളംബിലൊക്കെ പോയി ഒത്തിരി പിന്നെ വ്യവസായം ചെയ്ത് പഴയ ആൾക്കാർ കായംകുളം പിന്നെ മലബാറിന് എല്ലാ ഭാഗത്തും പോയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ സിലോണിൽ ഒരു പാഷനുണ്ട്. അദ്ദേഹം ഒരു പാഷൻ ഹാബേല പാഷ പോള് വിട്ടതാണ്. പോള് വിട്ട് അദ്ദേഹം പിന്നെ ഫീത്തമുണ്ട്, എല്ലാ ഫീത്തമുണ്ട്, ഒത്തിരി പിള്ളേരുണ്ട്. ഒന്നിനും കഴിക്കാൻ നിവൃത്തിയില്ല, പഠിപ്പിക്കാൻ നിവൃത്തിയില്ല. അപ്പൊ അങ്ങനെ അദ്ദേഹം അതിനകത്ത് പറഞ്ഞു കുറെ കുഞ്ഞുങ്ങളെ ഞാൻ കൊണ്ടുപോയിക്കോളാം. അങ്ങനെ കൊണ്ടുപോയി എൻ്റെ ഉപ്പാപ്പനെ സിലോണിലെത്തി ഇവിടെ കൊണ്ടുപോയി. അദ്ദേഹം സിലോണിൽ ഫെയ്ത്ത് സ്കൂളിൽ പഠിച്ചതിന് ശേഷം അദ്ദേഹം പഠിച്ച് പിന്നെ സുശേഷയിലേക്ക് പോകാൻ താല്പര്യമില്ല. അദ്ദേഹത്തിന്റെ വെളിയിൽ പോയി വിവാഹം കഴിച്ച് ഇപ്പൊ ജാഫർ എന്ന സ്ഥലത്ത് സെറ്റിലായി. അദ്ദേഹം മരിച്ചുപോയി. അപ്പൊ അദ്ദേഹത്തിന്റെ ഭാര്യ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് അവിടെ. പിന്നെ എന്റെ ഒരു ആന്റിയെ കുറിച്ച് പറഞ്ഞു. ആന്റി പുള്ളിക്കാരി പഠിച്ചു കഴിഞ്ഞ് പുള്ളിക്കാരി കർത്താവിന്റെ വേലയ്ക്ക് പോയി. വേലയിലെ മുഖത്ത് അനേക വർഷം കഷ്ടം ശ്രമിച്ചപ്പോൾ അമ്മമ്മയുടെയൊക്കെ സാക്ഷ്യം കേട്ട് കഴിഞ്ഞ് കരഞ്ഞു പോകും. കാര്യം ഒരു പ്രത്യേക സ്ഥലത്ത് പറയായിരുന്നു, പിന്നെ കൊല്ലകടവിൽ നിന്ന് പിന്നെ ചെങ്ങന്നൂരൊക്കെ പിള്ളേരെ ട്രാൻസ്ഫർ ചെയ്യാം. പക്ഷേ AC തോമസ് എന്ന് പറയുന്ന പണ്ടത്തെ ചീഫ് അദ്ദേഹം സൈക്കിളെ വന്നിട്ട് അമ്മമ്മയെ എടുത്ത് സൈക്കിള് ബാറുണ്ട്, നിങ്ങൾ ബാറിൽ വെച്ചുകൊണ്ട് അദ്ദേഹം ചവിട്ടിക്കൊണ്ട് പോവാ. വിവാഹം കഴിക്കാത്തൊരു മനുഷ്യനാണ്. അദ്ദേഹത്തിന് മക്കളില്ല. സ്വന്തം കുഞ്ഞിനെ പോലെ കൊണ്ടുപോകുന്ന സമയത്ത് മൂത്രമൊഴിക്കണം. മൂത്രമൊഴിക്കാനിട്ടും പറയാം കുഞ്ഞു 3-4 വയസ്സുള്ള സംഭവം പറയുന്നത്. ഈ സൈക്കിള് വാറ ഇരുത്തിക്കൊണ്ടുവന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഇന്നത്തെ കാലത്ത് ലക്ഷറി കാറിന് ഇരുത്തിപ്പാ സൗകര്യം. സൈക്കിള് ബാറിനകത്ത് ഏതാ ടാർ റോഡൊന്നും അല്ല നടന്ന്. അപ്പൊ ഇദ്ദേഹം ഈ പിതാവ് ഈ അമ്മാമ്മ വെച്ച് ചവിട്ടിക്കൊണ്ട് പോയി ഈ കട്ടിൽ വന്നപ്പോൾ പുള്ളിക്കാരി അറിയാൻ മൂത്രമൊഴിച്ച് അമ്മാമ്മ ഈ അപ്പച്ചനെ എടുത്തുകൊണ്ട് പോയി തോളിലിറങ്ങി തുണിയെല്ലാം പിഴിഞ്ഞ് പിന്നെ കഴുകി തുണി പിഴിഞ്ഞ് ഉടുപ്പിച്ച് കൊണ്ടുപോയി. അപ്പൊ അങ്ങനെ പിന്നെ വല്ലവരുടെ മക്കളാണ് സ്വന്തം മക്കളെ പോലെ വളർത്തിയാണ് അറിയപ്പെടുന്നത്. അങ്ങനെ അമ്മമ്മ കർത്താവിന്റെ വേലയിൽ വന്നു. പുള്ളിക്കാരി പിന്നെ എനിക്ക് ഓർമ്മയാകുമ്പോൾ എൻ്റെ വല്യപ്പച്ചനും വല്യമ്മച്ചിയും പപ്പായും അമ്മാമ്മയും ഇവരെല്ലാം കൂടെ ഒന്നിച്ചായിരുന്നു. അപ്പം എൻ്റെ പപ്പ TPM-ലെ വേലയുമായിട്ട് ഐക്യപ്പെട്ടത് 1971 അപ്പൊ ആ കാലങ്ങളിൽ കാരക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ആദ്യമായിട്ട് പപ്പായ്ക്ക് പോസ്റ്റ് കിട്ടിയത്. ഇപ്പൊ എൽഡറായിട്ട് എടുത്ത് പിന്നെ കൃത്യമായിട്ട് എൻ്റെ ഞങ്ങളുടെ ജീവിതത്തിൽ പപ്പ ഞാൻ പറഞ്ഞ 1971 CPM-ന്റെ വേലയിലേക്ക് വന്നത്. വരുന്നതിന് മുമ്പ് താന് ഒരു 15 വർഷത്തോളം IPC എന്ന് പറയുന്ന സഭയിൽ പാഷായിട്ട് പ്രവർത്തിക്കുന്ന കാലത്താണ് താന് CPM-ലേക്ക് വരുന്നത്. അപ്പൊ തന്റെ പൂർവ്വകാലം CPM-ലാണെന്ന് ഞാൻ പറഞ്ഞത്. CPM താന് പഠിച്ചു കഴിഞ്ഞ് താന് ഫീത്തം വിട്ടുപോയി താനൊരു ജോലി ഇതെനിക്ക് ലഭിച്ചു. താൻ ആ ജോലിയിൽ ഇരിക്കുന്ന സമയത്താണ് എൻ്റെ അമ്മയെ വിവാഹം കഴിക്കുന്നത്. അപ്പൊ എൻ്റെ അമ്മയെ വിവാഹം കഴിച്ചു കഴിഞ്ഞ് എനിക്കൊന്നൊരു അതിനോട് 59-56 വരെ ആയിരിക്കും. അത് കഴിഞ്ഞ് എൻ്റെ പിതാവ് പിന്നെ ജോലി പഠിക്കുമ്പം വാസതി അദ്ദേഹത്തിന്റെ സുശേഷയിലേക്ക് വിളിയുണ്ടായിരുന്നു. പിന്നെ ഒരു ദർശനം കണ്ടു കർത്താവിന്റെ വേല ചെയ്യാനായിട്ട്. അപ്പൊ ആ ദർശനം അനുസരിച്ച് താന് കർത്താവിന്റെ വേല താല്പര്യപ്പെട്ടപ്പോൾ കല്യാണം കഴിച്ചു. അപ്പൊ കല്യാണം കഴിച്ചപ്പം താന് കല്യാണം കഴിച്ചത് മാത്രമല്ല ഞങ്ങൾക്ക് എൻ്റെ പിതാവിന് സ്വത്തുക്കളൊന്നും ഇല്ലായിരുന്നല്ലോ. എൻ്റെ പിതാവിന് സ്വത്തുക്കളൊന്നും ഇല്ലായിരുന്നുകൊണ്ട് എൻ്റെ അമ്മയുടെ ഫാദർ, എൻ്റെ അമ്മയുടെ അപ്പച്ചന് അമ്മയ്ക്ക് വേണ്ടി ഒരു 30 സെന്റ് സ്ഥലവും കുടുംബ വീടും കൂടി എഴുതി കൊടുത്തു. ഒരു കണ്ടീഷന് അപ്പച്ചനെ വല്യമ്മച്ചി മരിച്ചുപോയി. വല്യപ്പച്ചനെ മരിക്കുന്നവരെ നോക്കണം എന്നുള്ള കണ്ടീഷൻ ജീവനാംശം എന്ന് പറയും. അങ്ങനെ ഒരു ജീവനാംശം എഴുതിയിട്ട് ഈ ഒന്നുമില്ലാതെ വന്നിരിക്കുന്ന ഉപദേശിക്കും ഉപദേശയുടെ ഭാര്യയായിരിക്കുന്ന എൻ്റെ അമ്മയ്ക്കും കൂടെ ഈ സ്വത്ത് എഴുതി കൊടുത്തു. ഇവിടെ കൊണ്ട് ഞങ്ങളുടെ അമ്മ പിന്നെ ആരംഭകാലത്ത് പപ്പായും അമ്മയും കൂടെ അനേക സ്ഥലത്ത് പ്രവചിച്ചിട്ടുണ്ട്. പിന്നെ ഈ ഞാൻ പറഞ്ഞ ചിറ്റാറ്, കുമ്പളാമ്പയ്യ, IPC സഭയിൽ നിൽക്കുമ്പോൾ അന്ന് കിടങ്ങുന്ന സ്ഥലത്ത് വേറെ ആരംഭിച്ചു. അതിന് കിടങ്ങുന്നൂർ പിന്നെ അവര് പോയത്
കുമ്പളാമ്പികയില് ഇടത്തറ വേല ആരംഭിച്ചു. അവിടെയൊക്കെ ഞങ്ങളുടെ ബന്ധുക്കളൊക്കെ ഉണ്ടായിരുന്നു. ഇടത്തറ വേല, ചിറ്റാറിന്ന് പിന്നെ കീഴായ്പൂർ വന്നു. കീഴായ്പൂർ വരുന്ന സമയത്താണ് ഞാൻ ജനിക്കുന്നത്. എനിക്ക് കീഴായ്പൂർ ജനിച്ചല്ല, കീഴായ്പൂർ എനിക്ക് ഓർമ്മയുണ്ട്. കീഴായ്പൂർന്ന് പിന്നെ കീഴായ്പൂർ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം, ഒരു പ്രത്യേക ദിവസം എൻ്റെ പപ്പായ്ക്ക് ഈ പ്രാർത്ഥിച്ച് ഈ ഭൂതങ്ങളെയൊക്കെ ശാസിച്ചു വിടുന്ന ഒരു പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ ഈ IPCയിൽ അങ്ങനെ പ്രാർത്ഥിച്ച് ഒരു ഭ്രാന്തനെ പപ്പ പ്രാർത്ഥിച്ച് സഹായിക്കാനായിട്ട് പോയി. ഭ്രാന്തൻ. അപ്പം അന്ന് മലപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് പാഷ ജോർജ് വർഗീസ് എന്ന് പറയുന്ന ഒരു പാഷ, സെൻട്രൽ പാഷ. അപ്പൊ അദ്ദേഹം പറഞ്ഞനുസരിച്ച് എൻ്റെ പപ്പ പ്രാർത്ഥിക്കാൻ പോയി. പ്രാർത്ഥിക്കാൻ പോയ സമയത്ത് ഒരു വാടക വീട്ടിൽ ഞാനും എൻ്റെ അമ്മയും മാത്രമേ ഉള്ളൂ. പിന്നെ പപ്പ പ്രാർത്ഥിക്കാണ്ട് പോയി. ഇപ്പോൾ ഒരു 3-3:30 ആയപ്പം പപ്പ പ്രാർത്ഥിക്കാണ്ട് പോകും. പിന്നെ വരുന്നപ്പോഴാണ് പിറ്റേന്നാ വരുന്നത്. അങ്ങനെ ഒരു പ്രത്യേക രാത്രിയിൽ ഒരു 10-11 മണിയായപ്പം ആരും ഒന്ന് ഡോറിൽ ഇങ്ങനെ അടങ്ങി വിട്ടിപ്പോൾ അമ്മ പേടിച്ചിട്ട് അമ്മ എന്നെ തോളിലെടുത്തുകൊണ്ട് ഞാൻ അമ്മ എഴുന്നേറ്റപ്പോൾ ഞാനും കരയാതെ അമ്മ അപ്പം എൻ്റെ വാ പൊട്ടി പിടിച്ചോണ്ട് എന്നെ തോളിട്ടുകൊണ്ട് അടുത്ത മുറി പോകും. അടുത്ത മുറി ആ ജനലിൽ കൂട്ടും. അങ്ങനെ കഥ ഓർക്കടിയെന്ന് പറഞ്ഞുണ്ട്. അപ്പൊ എൻ്റെ അമ്മ ചെറുപ്പക്കാരാണല്ലോ. അമ്മ എന്നെ കൊണ്ട് അടുത്ത മുറി കയറും, അതിന് പിന്നെ അടുത്ത മുറി പോകും. അങ്ങനെ ഈ ആ 2-3 മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി നേരെ വെളുക്കുന്ന വരെ ഈ മനുഷ്യൻ ഇപ്പൊ വരയ്ക്കാത്ത കയറിയില്ല. അപ്പൊ അതിനടുത്ത് അയലോക്കും ഇല്ല, കുറെ അകലെയാണ്. നേരം വെളുക്കാറായപ്പോ അമ്മ നിലവിളിച്ചപ്പോ ആരും വരാനോ ഇനി ആ ഈ മനുഷ്യന് പോയി ആരാന്ന് നമുക്കറിയത്തില്ല. അപ്പൊ അതോടെ എൻ്റെ അമ്മയ്ക്ക് ഒരു നെഞ്ചിടിപ്പ് ആരംഭിച്ചു. ആ നെഞ്ചിടിപ്പ് കൊണ്ട് തുടങ്ങി കഴിഞ്ഞാൽ അമ്മ ഫെയിൻ്റ് ആവും. അങ്ങനെയായി പപ്പായ്ക്ക് അമ്മയും കൊണ്ട് മരണത്തോളമായി. അങ്ങനെ അമ്മയും കൊണ്ട് പപ്പ തിരിച്ച് കുടുംബത്ത് വന്നു. അമ്മയുടെ കുടുംബത്ത് വന്നു, അല്ല പപ്പായുടെ കുടുംബമില്ലല്ലോ. അങ്ങനെ കുടുംബത്ത് വന്ന് അമ്മയെ എന്നെ അവിടെ ആക്കി. പിന്നെ പപ്പ തന്നെയാണ് പിന്നെ ഈ സുവിശേഷ പ്രവർത്തനം നടത്തിക്കൊണ്ടിരുന്നത്. പിന്നെ അങ്ങനെ 1972 എൻ്റെ ഉപ്പാപ്പൻ സിലോണിൽ 32 വർഷങ്ങൾക്ക് ശേഷം തൻ്റെ അപ്പനെ അമ്മയെ കാണാൻ വരിക. 32 വർഷം ശേഷം. അപ്പൊ അദ്ദേഹം വരുന്നുണ്ട് തിരുവല്ലയില്. നമ്മുടെ ഇപ്പോഴത്തെ തിരുവല്ല ഫീത്തോമല്ല, ഇപ്പോഴത്തെ തിരുവല്ല ഫീത്തോമിന് അടുത്ത് ഒരു പിന്നെ റെയിൽവേ ക്രോസ് അടുത്തൊരു അന്നമാമൻ എന്നും പറഞ്ഞൊരു ഒരു സുവിശേഷ പ്രവർത്തകരുണ്ടായിരുന്നു. അവരാണ് യാത്ര ചെയ്യും ഞാൻ ക്രൂശൻ ആ പാട്ടൊക്കെ എടുത്ത പുള്ളിക്കാരിയാണ്. അപ്പൊ അവർ കുറച്ചുനാൾ നമ്മുടെ വേലയുമായിട്ട് ഐക്യപ്പെട്ടിരുന്നു. പിന്നെ അതിനുശേഷം പുള്ളിക്കാരി സ്വതന്ത്രമായിട്ട് കുറച്ചുകൂടെ വിപുലമായ രീതിയിൽ പ്രവർത്തിക്കാനായിട്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പോയി. അപ്പൊ ആ അമ്മയുടെ വീട് നമുക്ക് ഫീത്തമായിട്ട് തന്നിരുന്നു. അപ്പൊ എനിക്ക് ഓർമ്മയാകുമ്പോൾ ആ ഫീത്തമാണ് ഞാൻ ആദ്യമായിട്ട് തിരുവല്ല സെൻട്രൽ ഫീത്തം. നമ്മുടെ പാഷ ലൂക്കോസ് അപ്പച്ചൻ എന്ന് പറയുന്ന ഒരു പാഷായിരുന്നു. പിന്നെ മദർ എഫ്രൈസ് എന്ന് പറയുന്ന ഒരു അമ്മച്ചിയായിരുന്നു അവിടുത്തെ മദർ അമ്മച്ചി. അപ്പൊ അങ്ങനെ ഞങ്ങളുടെ ഉപ്പാപ്പൻ വന്നപ്പോൾ ആദ്യം ഉപ്പാന് വേറെ വീടില്ലല്ലോ. അന്ന് എൻ്റെ വല്യപ്പച്ചനും വല്യമ്മച്ചിയും പിന്നെ ഭരണിക്കാവിലായിരിക്കും. ഭരണിക്കാവ് സ്ഥലത്ത് കത്താറ് വരിക. അപ്പൊ വല്യപ്പച്ചനും വല്യമ്മച്ചിയും എൻ്റെ മാവി ഭരണിക്കാവ് അവറാച്ചൻ എന്ന് പറഞ്ഞൊരു പാഷമുണ്ട്. അപ്പൊ അങ്ങനെ വേല ചെയ്യുന്ന സമയത്ത് ഉപ്പാപ്പൻ വന്നു. ഉപ്പാപ്പൻ വന്ന് പിന്നെ തിരുവല്ല ഫീത്തം വന്നപ്പോൾ തിരുവല്ല ഫീത്തം വന്ന് പിന്നെ വന്നു കഴിഞ്ഞ് നോക്കുമ്പോൾ പപ്പ ആണ് IPCയില്, വല്യപ്പച്ചനും വല്യമ്മച്ചിയും പിന്നെ പെങ്ങളും CPM ഇങ്ങനെ നിൽക്കും. അപ്പം പപ്പാട് ചോദിച്ചു, പിന്നെ സാമേ നീ ഇങ്ങനെ IPC അപ്പം പപ്പ പറഞ്ഞു കർത്താവിന് വിലയില്ല. അപ്പം അന്നോട്ടിരിക്കുന്ന പിന്നെ സെൻട്രൽ പാഷ ചോദിച്ചു, നിനക്ക് CPMന്റെ വേലയുമായിട്ട് പ്രവർത്തിക്കുന്ന പറഞ്ഞു ഞാൻ കല്യാണം കഴിച്ചു, എൻ്റെ ഭാര്യ കുഞ്ഞുങ്ങളുണ്ട്, അതുകൊണ്ട് എനിക്ക് ആ ഒരു ബുദ്ധിമുട്ടാകുള്ളൂ. അപ്പൊ നിനക്ക് CPM വിലയിൽ താല്പര്യമുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ അമ്മയോട് വന്ന് ഈ വിഷയം പറഞ്ഞു. അമ്മ പറഞ്ഞു ഞാൻ ഉപദേശത്തെ ഒരു താല്പര്യം ഞാൻ തടസ്സം നിൽക്കത്തില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അപ്പൻ ജീവനോടിക്കുന്നിടത്ത കാലം കാര്യം അപ്പച്ചൻ നോക്കാനായിരുന്നില്ല. അപ്പച്ചൻ്റെ സ്വത്തുക്കളോട് അപ്പച്ചൻ്റെ ആൺമക്കൾക്ക് കൊടുക്കുന്ന സ്വത്താണ് എൻ്റെ അമ്മയ്ക്ക് കൊടുത്തത്. അതുകൊണ്ട് അപ്പച്ചനെ മറ്റൊരാൾക്ക് തള്ളിവിടാൻ അപ്പച്ചന് താല്പര്യം. അപ്പച്ചന് അമ്മച്ചിയില്ലല്ലോ, അമ്മയായിരുന്നു ആശ്രയം. അതുകൊണ്ട് അമ്മ പറഞ്ഞു ഞാൻ സന്തോഷമായിട്ട് പിന്നെ നിങ്ങൾ കർത്താവിന്റെ വേലയ്ക്ക് പോകുമെന്ന് പറഞ്ഞ് അമ്മ എഴുതി കൊടുത്തു.
സത്യത്തിൽ പറഞ്ഞ അമ്മയുടെ ആ മനസ്സിൽ ഞാൻ ഇപ്പോഴും പിന്നെ പറക്കമറ്റ ഒരു ഞാൻ വളരെ ചെറുപ്പമാണ്. പിന്നെ വീട്ടിലെ ബുദ്ധിമുട്ടും പ്രയാസം പട്ടിണിയില്ലെങ്കിലും ബുദ്ധിമുട്ടാണ്, വീട്ടിൽ ബുദ്ധിമുട്ടാണ്. പിന്നെ ഒരു സ്വന്തം ഭർത്താവ് പപ്പായ്ക്ക് അന്നത്തിന് പ്രായമൊന്നുമില്ലല്ലോ. ഭർത്താവിന്റെ വേലയ്ക്ക് CPM-ലെ വേലയ്ക്ക് പോകാന്ന് പറഞ്ഞാൽ അമ്മ സമ്മതിച്ചു. പിന്നെ അമ്മയുടെ എഴുത്ത് മാറ്റുകൊണ്ട് വന്നപ്പോഴത്തേക്ക് അന്ന് പുതുതായിട്ട് വേറൊരു പാഷ വന്നു. ഈ പിന്നെ പാഷ PM എബ്രഹാം, പാട്ടത്തിൽ അവർ അച്ഛനപ്പച്ചെന്ന് പറയും. അപ്പൊ അദ്ദേഹത്തെ ഞങ്ങളുടെ പപ്പായും അമ്മയൊക്കെ വളരെ കാര്യമായിട്ട് അറിയാം. അപ്പൊ അദ്ദേഹം വളരെ താല്പര്യമായിട്ട് പപ്പായെ സ്വീകരിച്ചു. അങ്ങനെ പാഷ AC തോമസിനെ വിവരം അറിയിച്ചു. പപ്പായ്ക്ക് മൂപ്പൻ എന്നുള്ള, അപ്പം IPC-യിൽ പാഷായിരുന്നു. പാഷന്ന് പിന്നെ CPM-ൽ മൂപ്പൻ എന്നുള്ള കൈവപ്പോട് വാങ്ങിച്ച് വളരെ സന്തോഷത്തോടെ ആ മൂപ്പൻ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ കുറഞ്ഞ അനുഭവം. അങ്ങനെ CPM-ല് കാരിക്കൽ എന്ന സ്ഥലത്ത് ആ വേല ആരംഭിച്ചു. കാരിക്കല് എൻ്റെ പപ്പ സഭാശിഷ്യനാണ്. പിന്നെ അമ്മച്ചി മദറാണ്, പപ്പയുടെ അമ്മ മദറാണ്, ഞങ്ങളുടെ അമ്മാമ്മ അസിസ്റ്റന്റ് മദറാണ്. അവിടെ എനിക്ക് അവരുടെ കൂടെ ഞാനും അപ്പൊ പപ്പ സുവിശേഷത്തിലേക്ക് വരുന്നതിന് ഒരു 2 വർഷം മുമ്പേ ഞാൻ ഭരണിക്കാവില് ഞങ്ങളുടെ അമ്മാമ്മ എടുക്ക് പോവായിരുന്നു. അവിടേക്ക് പോകുന്ന പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മനസ്സുകൊണ്ട് എൻ്റെ പപ്പായും പപ്പായുടെ ഭാര്യ അല്ലെ എൻ്റെ അമ്മയും ഞങ്ങൾ ഉൾക്കൊള്ളാൻ എൻ്റെ വില്ലമ്മച്ചിക്ക് പറ്റുന്നതാണ്. വില്ലമ്മച്ചിക്ക് ഭയങ്കര കാര്യം. പുള്ളിക്കാരി പറയുന്നത് ഇവിടെ കർത്താവിന്റെ വേല ചെയ്യേണ്ടവർ കല്യാണം കഴിച്ചു. അപ്പൊ ആ പുള്ളിക്കാരിക്ക് അതിനകത്ത് വലിയ വിഷമമുണ്ടെങ്കിലും പിന്നെ ഒരു പ്രാവശ്യം എന്നെ അവധിക്ക് ഞാൻ ഈ ഫെയ്ത്തോയിൽ പോയി. ഈ വില്ലമ്മച്ചി എന്നോട് ഒത്തിരി കാര്യമുണ്ടെന്ന്, നീ സാമിന്റെ മോനാണെന്നോടാ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്, അല്ലാതെ ഒന്നുമില്ല. അങ്ങനെ ഞാനും കേട്ടിട്ട് എന്തൊരു വല്യമ്മയാ. സാധാരണ എനിക്ക് സാറിന് വില്ലമ്പിച്ച് പറയാൻ നമ്മൾ മോൻ എന്തോ ശേഷം മുട്ടായി വേണം എന്നൊക്കെ ചോദിക്കണം. നമുക്ക് എനിക്ക് ആശ്രയം അമ്മമ്മ എന്നോട് വളരെ താല്പര്യം. ഇതിനമ്മമ്മ എൻ്റെ ആന്റി അമ്മമ്മ എനിക്ക് പിന്നെ ഒരു പുതിയ നിക്കർ വാങ്ങിച്ചു, ഉടുപ്പൊക്കെ വാങ്ങിച്ചു എന്നൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അപ്പൊ അമ്മമ്മ ഒരു പ്രാവശ്യം ഞങ്ങളുടെ പിന്നെ വീടിനടുത്ത് ഇവിടെ ഒരു കൺവെൻഷൻ കൂട്ടത്തില് പിന്നെ കൂടുതൽ ശിഷ്യകൾ പറഞ്ഞു സാംശാന്റെ വീട്ടിൽ പോകാന്ന് പറഞ്ഞ് അങ്ങനെ വീട്ടിൽ വന്നപ്പോ അമ്മാമ്മ ഞാനും വരുന്നു. അപ്പം എനിക്ക് എന്റെ വല്യപ്പച്ചനെ വലിയ കാര്യമില്ല. അപ്പൊ അമ്മാമ്മ പറഞ്ഞു കൊണ്ടുപോകാന്ന് പറഞ്ഞു. അമ്മാമ്മ കൊണ്ടുപോകുമ്പോ എനിക്ക് നിക്കറിടാനില്ല. അപ്പം ഒരു നല്ല നിക്കറിടാനില്ല. അപ്പൊ എന്റെ അയൽവാസികളുടെ എന്റെ കസിൻ ബ്രദറിന്റെ ഒരു നിക്കർ വാങ്ങിച്ചു. അവൻ നല്ല വണ്ണമുള്ള ആളാണ്. ഞാനില്ല ഇപ്പോഴത്തെ നമ്മൾ ബർമ ഇടുന്ന മാതിരി മുട്ടുന്നീ വരെയുള്ള അവന്റെ നിക്കർ എനിക്ക് പാൻറ് പോലെ മുട്ടിന് മേലെ നിൽക്കുന്ന അത് വിട്ട് ഒരു വലിയ ഉടുപ്പ് വിട്ട് അമ്മാമ്മ എന്നെ കൊണ്ട് ചെങ്ങുന്ന് വരെ പോയി. ചെങ്ങുന്ന് പുതുക്കേടെന്ന് പറഞ്ഞൊരു തുണിക്കടയാണ്. തുണിക്കടയുടെ വരാന്തിൽ അമ്മാമ്മ എന്നെ നിർത്തി. അവിടുന്ന് റെഡിമെയ്ഡ് ഷർട്ട് ഉടുപ്പ് വാങ്ങിച്ചത് അമ്മാമ്മ അവിടെ തന്നെ ആ എന്റെ മുറ്റത്ത് നിർത്തി അത് ഊരി എന്നെ ഇടിപ്പിച്ചിട്ട് എന്നെ കൊണ്ടുവന്നു. എന്നെ കൊണ്ടുവന്ന് എന്നെ ചെന്നപ്പോ തന്നെ താമസിച്ചു. അമ്മച്ചി അങ്ങ് ബഹളം തുടങ്ങി, നീ ഇവിടെ പോയി അത് പറഞ്ഞു. ഞാന് പിന്നെ അമ്മ അത് പറയാൻ നീ ഇവിടെ പോയി പറഞ്ഞു. സാംശാന്റെ വീട്ടിൽ പോയി. നിന്നോട് ആര് പറഞ്ഞു പോകാനായിട്ട്? ഈ ചെറുക്കനേതാ സാംശാന്റെ പിന്നെ ഇവരാണ് സാമിനെ ഇങ്ങനെ പിടിച്ചിട്ട് നീ സാമിനെ പോണാന്നോടാ. അതിന്റെ പേരെന്തോ ഷാജി. ഇടി ഇവനെ ഒട്ടുന്നല്ലോ ഇടി നടന്നില്ല ഇവനെ കൂടെ കുളിപ്പിക്കാൻ പറഞ്ഞു. അങ്ങനെ ആദ്യത്തെ ദിവസം പുള്ളിക്കാരി പിന്നെ അങ്ങനെയൊക്കെയുള്ള സംസാരം കഴിയും. പിന്നെ അന്ന് ആ ഫെയ്ത്തോമിന്റെ ജീവിതം ഞാൻ കാണുന്നത്. അപ്പം അപ്പോഴും പ്രാർത്ഥന പാട്ടൊക്കെ. അപ്പൊ അത് സന്ധ്യയായപ്പം അമ്മാമ്മ കിടക്കുന്ന സൗകര്യന്മാരുടെ താഴെ ഒരു പാവിടിച്ച് എന്നെ അവിടെ കിടത്തി. അന്ന് രാത്രിയിലെ ഞങ്ങളുടെ അമ്മച്ചി ഒരു സ്വപ്നം കണ്ടു. അമ്മച്ചിയുടെ സ്വപ്നം എന്ന് പറയുന്നത് അമ്മച്ചി ഇങ്ങനെ ഒരു വയലിൽ നടന്നു പോവാ. നടന്ന് പൊക്കോണ്ടിരിക്കുമ്പോ കുറെ നടന്നു കാലിൽ ചെരുപ്പില്ല. എന്റെ കർത്താവ് കാലിൽ ചെരുപ്പില്ലെന്ന് പറയുന്നത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോ അമ്മച്ചി ചെരുപ്പില്ലെന്ന് പറഞ്ഞു. ഞാൻ അമ്മച്ചിയുടെ ചെരുപ്പായിട്ട് അതോടെ അമ്മച്ചിക്ക് എന്നോട് സ്നേഹമായി. അപ്പൊ അമ്മച്ചി ധരിച്ച് കാണും. ഒരു പക്ഷേ അമ്മച്ചി ധരിച്ചത് സുവിശേഷ പ്രവർത്തനം ഞങ്ങളുടെ പാരമ്പര്യം ഞാൻ നിലനിർത്തുന്നതായിരിക്കും അങ്ങനെ പറയാറ്. കർത്താവിന്റെ വേലയ്ക്ക് നീ വരണമെന്നത് പറയാറ്. അങ്ങനെ സത്യം പറയാം കർത്താവിന്റെ വേലയ്ക്ക് എനിക്ക് താല്പര്യമുണ്ട്. പക്ഷെങ്കിൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു നല്ല ഉടുപ്പ് എനിക്ക് ഇട്ടിട്ടില്ല. നല്ലൊരു ആഹാരം കഴിച്ചിട്ടുണ്ടെങ്കിലും എപ്പോഴും കപ്പയും ചോറും അല്ലാതെ ഒരു ഇറച്ചിയോ മീനോ വിട്ടിരുന്ന ചെറുപ്പം ഞാൻ കഴിച്ചിട്ടില്ല. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ പിന്നെ ഏത് സ്കൂളിൽ ചെന്നാലും പെന്തക്കോസ്തിൽ ചേരണം, കപ്പയും മീനും തിന്നണം, കൊണ്ടിട്ടടിക്കണം, ഇങ്ങനെയുള്ള പാട്ടാണ് കേൾക്കുന്നത്. ആൾക്കാർ നമ്മളെ കളിയാക്കുന്നത്. അപ്പം ഈ പെന്തക്കോസ്തിന്റെ ഡെപ്തിനെ കുറിച്ച് വിശ്വാസ ജീവിതത്തിൽ എനിക്കറിയത്തില്ല. എൻ്റെ കുഞ്ഞു മനസ്സിൽ
എല്ലാം റിജക്ഷനാണ്. ഒന്നും നല്ല ഉടുപ്പ് ധരിക്കാനില്ല, നല്ല ആഹാരം കഴിക്കാനില്ല, പിന്നെ മറ്റ് ക്രിസ്തവ വിഭാഗങ്ങളുടെ കൂട്ടത്തിലുള്ള ആ ഒരു മാന്യതയൊന്നുമില്ല. ഒരു ഉപദേശിച്ച മോന. പിന്നെ സാറന്മാർക്കാണേലും പെന്തക്കോസ്തുകാരെന്ന് പറയുന്നത് വളരെ പുച്ഛത്തോടെ. അപ്പൊ നമ്മളെ പ്രത്യേക കേളം തരത്തില്ല. എന്തെങ്കിലും ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട് അതൊന്ന് പർവ്വതീകരിച്ചൊക്കെ പറയായിരുന്നു. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞു കഴിഞ്ഞാല് ഹൃദയത്തിനുള്ളിൽ ഈ വേരോട് താല്പര്യം ഉണ്ടെങ്കിലും കഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതിന് പോകാനത്. കാര്യം ഞാൻ ധരിച്ചത് എന്റെ ധാരണയില് പിന്നെ മറ്റുള്ള ആൾക്കാർ നല്ല ഉടുപ്പുണ്ട്. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ SLC പഠിക്കുന്നത് കുളങ്ങളുടെ ഫെയ്ത്ത് തന്നെ പഠിക്കുന്നത്. ആ കാലങ്ങളില് ഇവിടുന്ന് ഒരു വെള്ള ഒരു ഉടുപ്പും പിന്നെ കാക്കി ഒരു നിക്കറും മാച്ച് ചെയ്ത് ഒരു നല്ല ഉടുപ്പിടാൻ താല്പര്യമുണ്ട്. അങ്ങനെ ഒരു നല്ല ഉടുപ്പിനെ ആഗ്രഹിച്ചു വന്നപ്പം ഇവരാരും ഫെയ്ത്തൊന്നും വാങ്ങിച്ചെടുത്തില്ല. എനിക്ക് 1976-77 കാലങ്ങളിലാണ്. അന്ന് അവിടെ ഷാരോൻ എന്ന് പറഞ്ഞൊരു വീടുണ്ടായിരുന്നു. ഷാരോന്റെ അപ്പൊ ആ ഷാരോന്റെ ഒരു ഇൻസിഡന്റ് മാത്രം പറയുന്നുള്ളൂ. അപ്പൊ ഷാരോന്റെ അവിടുന്ന് ജോയിച്ചാൻ പറഞ്ഞൊരാളുണ്ട്. അപ്പൊ അദ്ദേഹം ഇപ്പൊ അമേരിക്കയിലാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ സഹോദരന്മാർ തനിക്ക് സിംഗപ്പൂരിൽ നിന്ന് അവരെല്ലാം സിംഗപ്പൂർ പോകാൻ പോട്ട ഫാമിലിയാണ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട കുടുംബം. അവിടുത്തെ അമ്മച്ചി എന്ന് പറഞ്ഞാൽ എനിക്ക് അമ്മച്ചി അറിയാമായിരുന്നു. വിശ്വാസത്തിന് വേണ്ടി നിന്നൊരു അമ്മച്ചിയാണ്. അപ്പൊ ആ അമ്മച്ചിന്റെ വീട്ടിൽ ഞാൻ പോവായിരുന്നു. അപ്പൊ ആ പോയിട്ട് ഒരു ദിവസം ഞാൻ നോക്കുമ്പോണ്ടല്ലോ ഈ ജോയിച്ചാൻ എനിക്ക് നല്ലൊരു ആദ്യമായിട്ട് ജീവിതത്തില് ഒരു നല്ല ഉടുപ്പ് എനിക്ക് തന്നത് ഈ ജോയിച്ചാൻ. അപ്പൊ അങ്ങനെ വല്ലവരും തന്ന് ആ തരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ അളവിന് പറ്റിയ ഉടുപ്പൊന്നും തരല്ലോ. അങ്ങനെ വന്നുകൊണ്ട് ഞാൻ ഇതിനെ വെറുത്ത്. അന്നത്തെ കാലത്ത് പിന്നെ ഈ സുവിശേഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ തലയിൽ കയറത്തില്ല. നമ്മൾ കേൾക്കുന്നത് ജനിച്ച കാലം പോലെ കേൾക്കുന്നത് തമ്പാറും പാട്ടും കൊട്ടും, ഞാനും പാടും ഞാനും കൊട്ടും, ഏത് അന്യഭാഷയും ഞാൻ പറയും, അങ്ങനെയൊക്കെയുള്ള കാര്യം. അപ്പൊ അതല്ലാതെ ഈ പെന്തക്കോസ്തിൻ്റെതായ ആ ഒരു അനുഭവം എനിക്ക് കിട്ടിയിട്ടില്ല. ഇത്ര വളർന്നു. പിന്നെ കഷ്ടം, എവിടെ ചെന്ന കഷ്ടം. അവിടെ ഞാൻ ഈ മാർഗത്തിന് വേർന്നു. അതുകൂടാതെ എന്റെ അമ്മ വീട്ടുകാർ പറയായിരുന്നു, നിന്റെ അപ്പൻ എന്തൊരു മണ്ടനാണ്. ആ കളഞ്ഞ ആ സ്ഥലങ്ങൾ പോയിട്ട് നിങ്ങൾക്ക് ഭക്ഷണം ഇവിടെ ജീവിക്കത്തില്ലായിരുന്നു. അപ്പം ആവശ്യത്തിന് നെല്ല് കൃഷി ചെയ്യാനുള്ള സ്ഥലം ഉണ്ടായിരുന്നു. പിന്നെ ഒരു ഉപജീവന മാർഗത്തിനുള്ള കടയുണ്ടായിരുന്നു. അതെല്ലാം വിട്ട് വല്യപ്പനും അപ്പനും വന്നില്ലേ, അത് കളിയാക്കുമായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഈ സുവിശേഷ വേല ചെയ്യാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ കഷ്ടം സഹിക്കാൻ വയ്യാത്തതുകൊണ്ടാണ് ഞാൻ പോകാൻ. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് പിന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ എന്റെ വല്യപ്പനും വല്യമ്മയ്ക്കും ചെയ്ത ആ കാര്യം എനിക്ക് അങ്ങോട്ട് ഇപ്പോഴങ്ങോട്ട് ചിന്തിക്കാൻ പറ്റുന്നില്ല. അന്ന് ഇന്നത്തെ കാലത്ത് എല്ലാവരും പ്രാർത്ഥിച്ച് അനുഗ്രഹം വാങ്ങുക, ഭൗമിക അനുഗ്രഹത്തോട് പ്രാർത്ഥിക്കുക. വീട് വേണം, നല്ല കെട്ടിടം വേണം, കാറ് വേണം. അന്നത്തെ കാലത്ത് ഈ അനുഗ്രഹങ്ങളെല്ലാം അവർ പുല്ലുപോലെ കളഞ്ഞു. പുല്ലുപോലെ കളഞ്ഞതിന് ശേഷം എനിക്ക് ഇപ്പോഴും അങ്ങോട്ട് പറയാം, ഇപ്പോഴും അവർ ഉൾക്കൊണ്ട ആ ഉപദേശ സത്യത്തിന് വേണ്ടി അവർ ചെയ്ത ത്യാഗം എന്ന് പറയുന്നത് എൻ്റെ അപ്പച്ചനല്ല, അന്നത്തെ എത്രയോ നല്ല നല്ല കുടുംബങ്ങളിൽപ്പെട്ട ആൾക്കാർ ഇതെല്ലാം കളഞ്ഞ് പട്ടിണിയായിട്ട് വന്നിട്ടുണ്ടല്ലോ. പട്ടിണിയും പരിവട്ടവുമായിട്ട് ജീവിച്ചോണ്ട് ഞങ്ങളുടെ അമ്മാമ്മ പറയായിരുന്നു, പട്ടിണിയോട് പട്ടിണിയാണ്, വെയ്ത്തവും കഴിയില്ല, ഒന്നും കഴിക്കാനില്ല. അങ്ങനെ കാരണമുണ്ട്. അനേക ദിവസങ്ങളിൽ ഈ കപ്പയുടെ കരിന്തൊലി എന്ന് പറയും. കാരണം കപ്പ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ കപ്പയ്ക്ക് നമ്മൾ ചപ്പിക്കുന്ന സ്ഥലം അതിന് ആദ്യം ഒരു ലെയർ സ്കിന്ന്, അത് കഴിഞ്ഞ് പിന്നെ വേറെ സ്കിന്നുണ്ട്. അപ്പൊ ആ വെളുത്ത സ്കിന്ന് മാത്രം കളഞ്ഞുകൊണ്ട് രണ്ടാമത്തെ സ്കിന്നും കളയണം. അത് കളയാതെ അതും കടിച്ചിട്ടാണ് പിന്നെ കപ്പ വേവിക്കുന്നത്. കപ്പ വേവിച്ചിട്ട് പിന്നെ ഇങ്ങനെ ഉള്ളവർക്കെല്ലാം കൊടുക്കും. പിന്നെ അനേക ദിവസങ്ങളിൽ പെയ്ത്തമില് ഒരു അവിടുത്തെ മദറാണെങ്കിൽ 1-2 ഗ്ലാസ് അരി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇപ്പൊ നമ്മൾ 2 കപ്പ് അരിയിട്ട് 5 പേർ കഴിക്കണമെന്നുണ്ടെങ്കിൽ 1 കപ്പ് അരി കൊണ്ട് 6-7 പേരെ കഴിക്കും, വിശ്വാസത്തിനും കഴിക്കും. അപ്പൊ ഇതിനകത്തെല്ലാം വിശ്വാസം ആകുമ്പോൾ അവർക്കെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ കുറെ നാൾക്കാന്നറിയാം സൗകര്യമാർക്കൊക്കെ പറയാം. അപ്പൊ അങ്ങനെ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരു പ്രാവശ്യം ഒരു ഭാഷ പ്രസംഗിച്ച് പറയാനായിരുന്നു, വീട്ടില് പിന്നെ ഫെയ്ത്തോമിൽ കഞ്ഞി വെക്കാൻ ഒന്നുമില്ല. ഇവരെ സംബന്ധിച്ച് ഫെയ്ത്തോമിലെ ജീവിതം എന്ന് പറയുന്നത് സാധാരണ എനിക്കൊരു 3:45 ഞാൻ കണ്ടുള്ളത് എന്റെ വല്യമ്മച്ച ഒരു 3:45 പുള്ളിക്കാരി, അന്ന് അലാറം ഇല്ല, അലാറം വെച്ച പുള്ളിക്കാരി ഒരു അലാറം ഉണ്ട്. ഭയങ്കര സിനിമാ കോട്ടയിലൊക്കെ ബെല്ലടിക്കുന്ന ഭയങ്കര ഒരു ടൈം പീസ് ആയിരിക്കും, കീഴും ടൈം പീസ്. അതായിരിക്കും ആ മൊത്തം ഫെയ്ത്തോമിലേക്കുള്ളൊരു ഇന്നത്തെ കാലത്ത് എവിടെ നോക്കിയാലും ക്ലോക്ക് ആണ്, അബി ക്ലോക്ക്. ഇപ്പം
3:45 അമ്മച്ചി ഇത് അലാറം കേൾക്കുന്നതിന് മുമ്പ് എഴുന്നേറ്റ് കഴിഞ്ഞാല് സഭമാരെല്ലാം വിളിച്ച് എഴുന്നേറ്റ് അവരുടെ പ്രാഥമിക കൃത്യങ്ങളെല്ലാം. അത് ബാത്റൂം ഒന്നുമില്ല. ഈ ഫെയ്ത്തോട് ചേർന്ന് ആ പുരയിൽ തന്നെ കുറെ അകലെ ഒരു ഓല കൊണ്ട് മറച്ചൊരു മറപ്പുരയാണ് പറയുന്നത്. ആ മറപ്പുരയിലാണ് എല്ലാവരും പോകുന്നത്. അപ്പം ഇവരെല്ലാം ഓരോ സൗകര്യമാരും പോയിട്ട് 4 മണിയാകുമ്പോഴത്തേക്ക് ഒരു പായൽ വരും. 4 മണിക്ക് സ്തോത്ര പ്രാർത്ഥന ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ സ്തോത്ര പ്രാർത്ഥന പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ സ്ഥലസഭയുള്ള സകല വിശ്വാസത്തിനും പേര് പറയും. പേര് അന്നും നമുക്ക് പിന്നെ ഫെയ്ത്തോമിന്റെ ലിസ്റ്റ് ഉണ്ടായിരുന്നു. തിരുവല്ല സെന്ററിന്റെ എല്ലാ ഫെയ്ത്തുകളും, കൊട്ടാരക്കര സെന്റർ എല്ലാ ഫെയ്ത്തും, തിരുവനന്തപുരം സെന്റർ, കോട്ടയം സെന്റർ, കോഴിക്കോട് സെന്റർ, എല്ലാ സെന്ററും കഴിഞ്ഞിട്ട് പിന്നെ സിലോണ്, പിന്നെ ഭൂലോകത്തിലെന്ന് എവിടെയൊക്കെയാണ് ആ പേര് എല്ലാം പറഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് സ്തോത്രം ചെയ്യുമ്പോഴത്തേക്കിന് ഒരു 5:45 6 മണിയാകുമ്പോഴത്തേക്ക് സ്തോത്രപ്രാർത്ഥന കഴിയും. സ്തോത്രപ്രാർത്ഥന കഴിഞ്ഞ് പിന്നെ 2 സഹോദരിമാര് അന്നത്തെ പ്രഭാതത്തിൽ കഞ്ഞി വല്ലതും കഞ്ഞി വെക്കാനായിട്ട് പോകും. ഒരാൾ തുണി നനയ്ക്കാനായിട്ട് പോകും. പിന്നെ മറ്റൊരാള് പിന്നെ അവിടെ ഫെയ്ത്തോ എല്ലാം വൃത്തിയാക്കാനാണ് തൂപ്പ്. ഇതെല്ലാം കഴിഞ്ഞ് 7 മണിയാകുമ്പോൾ വീണ്ടും ഒരു പായ വന്നിട്ട് 7 മണിക്ക് പായ ഇരിക്കുന്ന ഈ മൂപ്പന് ഒരു അന്ന് പിന്നെ ഞാൻ അവിടെ ഇരിക്കുന്ന സമയത്ത് ആദ്യമായിട്ട് ചെല്ലുമ്പോൾ ഭരണിക്കാവറ അച്ഛൻ ഒരു പാസ്റ്ററായിരുന്നു. അദ്ദേഹം ഒരു ബൈബിള് തുറന്നിട്ട് ഒരു വാക്യം എടുത്തിട്ട് വായിച്ചിട്ട് അതിനൊരു ചെറിയൊരു പ്രബോധനം, ഇന്ന് പാലക്കാലം നിൽക്കുന്നത് വാക്കിയിലാണ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ തീരുമാനിക്കും ഇവിടെയൊക്കെ പോകുന്നപ്പോൾ അമ്മച്ചി പറയും ഞാനും ഒരാളും കൂടെ ഇന്ന ഭാഗത്തേക്ക് പോകാം, ദീനാമി ഒരാളോട് ഇന്ന ഭാഗത്തേക്ക് പോകാം. ഇങ്ങനെ പറഞ്ഞ് തീരുമാനിച്ചിട്ട് അവര് മൂപ്പന്റെ ഭാഗത്തേക്ക് അല്ലെ പാസ്റ്ററിന്റെ ഭാഗത്തേക്ക്. അങ്ങനെ അവര് 2 സഹോദരിമാര് ഫെയ്ത്തുവിനെ കാണും. അവര് തുണിയും ഭക്ഷണം പാകം ചെയ്യുക, ഫെയ്ത്തുവിലെ കാര്യങ്ങളിൽ നോക്കിക്കൊണ്ട് അവിടെ ഇരിക്കും. ബാക്കിയുള്ള 2 പേര് വിസിറ്റിങ്ങിന് പോകും. രണ്ട് വിസിറ്റിങ്ങിന് പോകും. അന്ന് സുവിശേഷ സഹോദരിമാർ കുറച്ച് കൂടുതലുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ എവിടെ പോയാലും കൃത്യം 7 മണിക്ക് പായ കാണണം. അപ്പൊ ഒരു 5-5:30 ആകുമ്പോൾ വന്നോണമെന്നുള്ളു, അതിനപ്പുറത്ത് പാൻ പാടില്ല. അപ്പൊ അത് പാഷാന്തയിലും പിന്നെ 7 മണിയാകുമ്പോൾ പായ കണ്ടോണം. അത് പാഷ പോൾ തുടങ്ങിച്ചൊരു കാര്യമാണ്. അന്നത്തെ ഫെയ്ത്തും വേണ്ടി ഇന്നത്തെ ഫെയ്ത്തും കരുതിയതാ. അപ്പൊ പിന്നെ ഈ എവിടെ പോയാലും കൃത്യസമയത്ത് വരുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. ഈ അവറാച്ച എന്ന് പറയുന്ന പാസ്റ്റർ പിന്നെ തിരുവല്ലായി സെൻട്രൽ ഫെയ്ത്തിന് പോയി. സെൻട്രൽ ഫെയ്ത്തിൽ പോയിട്ട് തിരിച്ച് കാലയ്ക്ക് ഫെയ്ത്തോമിലേക്ക് വരിക. അന്ന് ഇല്ലമ്പള്ളിൽ ഒരു ബസ്സേ ഉള്ളൂ, എനിക്ക് ഓർമ്മയുണ്ട്. അപ്പൊ ഈ ഇല്ലമ്പള്ളി ബസ്സിന് പുള്ളി വരുന്ന വരവിന് സ്വാമിപാലം എന്ന സ്ഥലമുണ്ട്, അവിടെ കുറച്ച് അകലെയാണ്. അവിടെ വിശ്വാസത്തിന്റെ വീട്ടിൽ കയറി. വിശ്വാസത്തിന്റെ വീട്ടിൽ കയറി വർത്താനൊക്കെ പറഞ്ഞ് നീ ബസ്സിന് പോയി. ഈ പാമ്പിന്റെ പാസ്റ്റർ നടന്ന് വെയ്ത്ത് വന്നിട്ട് മണി 7 കഴിഞ്ഞു. ഞങ്ങളുടെ അമ്മച്ചി മദറ. അപ്പൊ അമ്മച്ചിക്ക് പിന്നെ ഈ പാഷകൃത്യ സീനിയോറിറ്റി. അപ്പം അമ്മ പുള്ളിക്കാരി ബെത്തോന്റെ കാണാം, ബെത്തോന്റെ വാദം കാണിച്ചു അടിച്ചയച്ച് പിന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഈ പാഷ ഒന്ന് ഇങ്ങനെ മുട്ടി. അപ്പൊ അമ്മച്ചി ആരാ? മദറെ, അച്ഛൻ മദറെ, ഞാൻ അവറാച്ചനാ. ഏത് അവറാച്ചനാ? ഞാൻ അവറാച്ചനാ. ഇവിടെ പിന്നെ 7 മണിക്ക് ശേഷം വരുന്ന അവറാച്ചന്മാർക്കൊന്നും ഇവിടെ ബെയ്ത്ത് വരെ പറ്റത്തില്ല പറഞ്ഞു. എന്നിട്ട് ആ പാസ്റ്റർ കുറെ നിർത്തിയതിനു ശേഷമാണ് കേട്ടത്. അപ്പൊ അങ്ങനെ വളരെ സ്ട്രിക്റ്റ് ആയിട്ടായിരുന്നു അവിടുത്തെ പ്രാർത്ഥന. കാര്യം അങ്ങനെ ഒരു ആത്മീയമായ ഒരു അന്തരീക്ഷം ഫെയ്ത്തും നിലനിർത്തിന് മാത്രമേ ഒരു വിശുദ്ധ ജീവിതം വെച്ച് പോകാൻ പറ്റുന്നത്. അതുകൊണ്ടാണ്, അല്ലാതെ ആരോടും വ്യക്തിപരമായിട്ടൊരു പ്രയാസം ഉണ്ടായിട്ടൊന്നുമില്ല. ഇൻഷുറൻസ് ഒക്കെ അറിയാം. അപ്പൊ എന്തുകൊണ്ട് ആ സാമ്യപാലം തന്നോണ്ട് ആവശ്യമില്ലായിരുന്നു. യു ഹാവ് ടു കം ടു ദ ഫെയ്ത്ത്. അതാണ് അതിന്റെ ഫെയ്ത്തും ജീവിതം. അപ്പൊ അത് കഴിഞ്ഞിട്ട് അപ്പം 7 മണിക്ക് പിന്നെ സന്ധ്യാരാധന എന്ന് പറഞ്ഞാൽ ഒരു 9:30 വരെ അവര് 2 പാട്ടുകൾ പാടി ആത്മാവിലായി പ്രാർത്ഥിച്ച്, പിന്നെ പ്രാർത്ഥിക്കുന്ന കൂടെ തന്നെ അന്ന് പകൽ അവർ ആരെയൊക്കെ കണ്ടു, എന്തൊക്കെ ലഭിച്ചു, ഈ കാര്യങ്ങളൊക്കെ മദർ മൂപ്പരോട് പറയും. ശേഷം ഒരു പ്രാവശ്യം പിരിഞ്ഞതിന് ശേഷം പിന്നെ കഞ്ഞിയായിരിക്കും. കുട്ടനാട് പ്രദേശങ്ങളിൽ ഞാൻ കഞ്ഞിയായിരുന്നു. കഞ്ഞി കുടിച്ചിട്ട് ഒരു 9:10 ആകുമ്പോഴത്തേക്ക് കിടക്കാനായിട്ട് കിടക്കാൻ പറ്റില്ല. സൗകര്യമാര് അമ്മച്ചു പോയി നോക്കും. ഇങ്ങനെ എന്ത് ചെയ്യുക, പ്രാർത്ഥിക്കാൻ പോവാം. അപ്പം ഇതിനു മുമ്പ് പിന്നെ ഈ സൗകര്യമാര് പാത്രമെല്ലാം കഴുകി കിച്ചണിൽ ചോദനം ചെയ്യും. അത് തന്ന ആഹാരത്തിനായി ചോദനം ചെയ്യും. കിട്ടിയ മാർഗങ്ങൾക്ക് ചോദനം ചെയ്ത ശേഷം അവരവർ പിന്നെ വ്യക്തിപരമായിട്ട് പോയി പ്രാർത്ഥിക്കണം. അപ്പൊ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാല്
ഇവര് രാവിലെ വെളുപ്പിന് 3:45 മുതൽ രാത്രി 12 വരെ ആത്മീയമായിട്ട് അവർ എൻഗേജ് ചെയ്യും. അവരുടെ ജീവിതത്തിൽ മറ്റു ഭൗമികമായ കാര്യം ചിന്തിക്കാൻ നേരമില്ല. ഈ ഒരു പ്രക്രിയയാണ് ഇവരെല്ലാ സമയം ചെയ്യുന്നത്. ചുരുക്കം ചില ദിവസങ്ങളിൽ, ആരാധനയുള്ള ദിവസങ്ങളിലാണെങ്കിൽ ആരാധനയുണ്ട്. അത് പ്രത്യേകിച്ച് ശനിയാഴ്ച രാത്രി കാത്തിരിയോഗം. അപ്പൊ ശനിയാഴ്ച ഉച്ചയ്ക്ക് ആഹാരം കഴിച്ചു, ശനിയാഴ്ച വൈകിട്ട് ആഹാരം കഴിക്കും. അപ്പൊ അന്ന് ഇല്ലായ്മ ഉണ്ടായിരുന്നു. ഇല്ലായ്മ ഉള്ളതുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് കിട്ടാൻ വേണ്ടി. അപ്പൊ അതുകൊണ്ട് അന്നത്തെ ജീവിതം വളരെ കഷ്ടവും സങ്കടപൂർണ്ണമാണെങ്കിൽ ഇപ്പോഴും ചിന്തിക്കുമ്പോൾ അന്നത്തെ ലഭിച്ചതായ പരിശീലനം, കഷ്ടങ്ങള് എൻ്റെ ജീവിതത്തിൽ പിന്നെ ഭയങ്കര പ്രശ്നങ്ങൾ വന്നപ്പോഴെല്ലാം ഇപ്പോഴും ഭൂമി നിലനിൽക്കുന്നതിന് കാരണം ആ അന്ന് ലഭിച്ച ട്രെയിനിങ്. അതൊരു അനുഗ്രഹമായിരുന്നു. അപ്പൊ ആ അനുഗ്രഹം കൊണ്ടായിരുന്നു ജീവിക്കുന്നത് ഞാൻ വിചാരിക്കുന്നു. പിന്നെ ഡാഡി, ഞാൻ ഡാഡിയുടെ മോളായിട്ട് ഏറ്റവും കൂടുതൽ ഡാഡിയുടെ അടുത്തൊന്ന് പഠിച്ചിട്ടുള്ളത്, എന്ത് പ്രതിസന്ധി വന്നാലും ഗെറ്റ് ബാക്ക് അപ്പ് ആൻഡ് കീപ് ഗോയിങ്. ഞാനൊരു ഡാഡിയുടെ 22 വർഷം ഞാൻ ജീവിച്ച സമയത്ത് ഡാഡി ഒരുപാട് കഷ്ടങ്ങളും പ്രയാസങ്ങളിലൂടെ കടന്നുപോയി. എല്ലാവരുടെയും ജീവിതത്തിൽ അത് ഉണ്ടായിരിക്കും. പക്ഷെ ഐ പേഴ്സണലി ഡാഡി എന്തിലൊക്കെ കൂടെ കടന്നുപോയത്. ഡാഡി ആ കടന്നുപോയ ടൈമിലെല്ലാം അന്നേരം ഉള്ള ആ ഒരു വീക്ക്നെസ്സിൽ, ആ ഒരു പ്രയാസത്തിലോ ഇരുന്ന് കഴിഞ്ഞ് maybe in the next few days, of the next 1 or 2 months, you just get back up, get going, try to face whatever. കാരണം ഇങ്ങനെ അടുത്തൊരു ദിവസം കാണുന്നവരെ വിചാരിച്ച സമയം നമ്മുടെ ജീവിതത്തിലും വന്നിട്ടുണ്ട്. പക്ഷെ എന്നാലും one thing that I learned from you is to always get back up and face whatever is the situation. ആ ഒരു കഴിവ്, ആ ഒരു courage, ആ ഒരു ഡിറ്റർമിനേഷൻ ഒക്കെ ഡാഡിക്ക് എവിടുന്നാണ്? ലൈക് ഫ്രം വേർ ഡു യു ഗെറ്റ് ദാറ്റ്? അത് എന്നെ സംബന്ധിച്ച് അത് ജീവിതത്തിന്റെ ഒരു ഭാഗം. ഒരു പ്രത്യേകിച്ച് മോട്ടിവേഷൻ ടോക്ക് എന്ന് കേട്ടിട്ട് നമ്മൾ വരുന്നതല്ല. നമ്മുടെ ജീവിതത്തിലെ യാഥാർത്ഥ്യങ്ങൾ, റിയാലിറ്റീസ് ഉണ്ടല്ലോ. എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചതായ കഷ്ടവും പ്രയാസവും പണമില്ലാത്ത അനുഭവം ജീവിതത്തിൽ വന്നിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്നൊരു സ്വല്പം നന്മ വന്നത് ഗൾഫിലേക്ക് വന്നതിന് ശേഷമാണ്. അപ്പൊ ഇവിടെ പ്രതിസന്ധി വരുമ്പോൾ ഒന്നാമത്തെ കാര്യം, നമുക്ക് പ്രാർത്ഥിച്ച് സഹായിക്കാനായിട്ട് നമുക്കൊരു നല്ല ഫെലോഷിപ്പ് ഉണ്ട്. ദാറ്റ്സ് വൺ തിങ്. സെക്കൻഡ് തിങ്, നമ്മളെ സഹായിക്കാന്ന് പറയുന്നത് എല്ലാ രീതിയിലും സഹായിക്കാനായിട്ട് ഒരുപെട്ടിരിക്കുന്ന സ്പിരിച്വൽ ഫ്രണ്ട്സ് ഉണ്ട്. അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം, എന്ത് പ്രശ്നം വന്നാലും ഇത്രേ ഉള്ളൂ എന്നൊരു ധൈര്യമുണ്ട്. അപ്പം ജീവിതത്തിൽ പല റിയാലിറ്റീസിനെ ഫേസ് ചെയ്തുകൊണ്ട് പിന്നെ ഏത് മഴ പെയ്താലും ആ മഴ തോരും. മഴ എങ്ങനെ പെയ്തുകൊണ്ടേ ഇരിക്കത്തില്ല. കഷ്ടം വരുമ്പം അത് വണ്ടി കയറിയായിരിക്കും, ട്രെയിൻ വരുന്നതായിരിക്കും. രോഗം, അതിൻ്റെ കൂടെ ഭൗതിക സാമ്പത്തിക നഷ്ടം, പിന്നെ നമ്മുടെ നല്ല പേരും നേരും ഒക്കെ പോകും. എന്നെ സംബന്ധിച്ച് എൻ്റെ ജീവിതത്തിൽ അത് ആ അനുഭവങ്ങളെല്ലാം വന്നിട്ടുണ്ട്. ഒരു കാലത്ത് പിന്നെ കെട്ടിപ്പടുത്ത റെപ്യൂട്ടേഷനൊക്കെ പല രീതിയിൽ പോയിട്ടുണ്ട്, ബിസിനസ്സിലൊക്കെ തകർന്നിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ എല്ലാം പിന്നില് ഒരു കാര്യമുണ്ട്, എൻ്റെ പിതാക്കന്മാരെ സേവിച്ചൊരു ദൈവമുണ്ട്. ദൈവം അവർക്ക് കൊടുത്തൊരു വാഗ്ദത്തമുണ്ട്. എൻ്റെ നാമനിമിത്തം അപ്പനെ അമ്മയെ വീട്ടിലുള്ള നിരങ്ങളെ വിട്ടാൽ ഈ ലോകത്തിൽ, മറ്റേ ലോകത്ത് കൊടുക്കുന്നത്, ഈ ലോകത്തിൽ 100 മടങ്ങ് പ്രതിഫലം. അപ്പം ഈ ലോകത്ത് പ്രതിഫലം നമ്മൾ അനുഭവിച്ചേ പോകാൻ പറ്റത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് എനിക്കറിയാം, ഞാൻ ഈ ദൈവത്തിന്റെ അനുഗ്രഹം പ്രാപിച്ച് മാത്രമേ ഈ ലോകത്ത് നിന്ന് പോകത്തുള്ളൂ. മനസ്സിലായി? അപ്പൊ ആ ദൈവത്തിന്റെ ഒരു വാഗ്ദത്തമാണ്. അതൊരു ഇൻസ്പിറേഷനാണ്. കഷ്ടം വരുന്ന പലപ്പോഴും ചിന്തിക്കും, ദൈവമേ കർത്താവെ, പിന്നെ എൻ്റെ പിതാക്കന്മാരെ വിട്ട് കളഞ്ഞത് നിന്റെ നാമത്തിന് വേണ്ടി വന്നല്ലോ, ഞങ്ങൾ ഈ നന്മ അനുഭവിച്ചില്ല കർത്താവെ, അതുകൊണ്ട് നിന്റെ വാഗ്ദത്തം ഇന്നതാണെന്ന് ചിന്തിക്കുമ്പോൾ മനസ്സിലോട്ട് വലിയൊരു ധൈര്യം വരിക. ചിലപ്പോൾ നമ്മള് ഉൾപ്പെട്ടിരിക്കുന്ന സമൂഹത്തിൽപ്പെട്ട സുവിശേഷ വേലക്കാരോ അല്ലെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഫ്രണ്ട്സൊന്നും പലപ്പോഴും നമ്മളെ തിരിഞ്ഞു നോക്കുന്നു വരും. പലപ്പോഴും നമ്മള് സഹായം ആഗ്രഹിച്ചപ്പോൾ നമ്മളെ സഹായിച്ചില്ലെന്ന് വരും. അങ്ങനെ നാണം കെട്ട സന്ദർഭങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും ഇതിന്റെ പിന്നില് ഒരു പ്രത്യാശയാണ് നമ്മൾ നിലനിർത്തുന്നത്. അപ്പൊ അത് പിന്നെ കുറച്ച് വളരെ ചുരുക്കിയ ജീവിതമാണ്. ഈ ജീവിതത്തിൽ തന്നെ എത്രയോ പ്രാവശ്യം മരണത്തിന്റെ താഴ്വരോളം പോയിട്ടുണ്ട്. മരണത്തെ പല പ്രാവശ്യം അതുകൊണ്ട് പറയാൻ പോയി ഒത്തിരി പറയാനുണ്ട്. അപ്പൊ അങ്ങനെയുള്ള തിക്ത അനുഭവങ്ങളൊക്കെ കടന്നു വന്നിട്ടുണ്ട്. പക്ഷെ ഉള്ളിനുള്ളിൽ പ്രത്യാശയുണ്ട്, ദൈവമൊന്നും ദോഷമായിട്ട് ചെയ്യത്തില്ല. കർത്താവിന്റെ വചനം പറയുന്നത്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും സകല നന്മയ്ക്കായിട്ട് കൂലിയായിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അതിന്റെ നന്മയുടെ വശമുണ്ട്. അതാ നമുക്ക് തരുന്ന ദൈവം തരുന്ന ഒരു പ്രത്യാശ. നമുക്ക് ഈ സെഷൻ നമുക്ക് ഇവിടെ നിർത്താം. പിന്നെ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളെ ഷെയർ എന്ന് പറയുന്നത്,
ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ നേരിട്ടതായ അനുഭവങ്ങളാണ്. ഒരു വലിയ അനുഭവം പറയാനായിട്ട് അങ്ങനെ ഒരു വലിയ മഹൽ വ്യക്തിയൊന്നും അല്ലെങ്കിലും ഞങ്ങളുടെ ചെറിയ അനുഭവം ആർക്കെങ്കിലും ഒരു അനുഗ്രഹമായി തീരട്ടെ എന്നുള്ളതായ ആ ഒരു വിശ്വാസത്തോടാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. ഇനി വളരെ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് സംസാരിക്കാനുണ്ട്. ദൈവം അനുവദിക്കുന്ന പക്ഷം ആ കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ പുറകാലെ സംസാരിക്കുന്നതായിരിക്കും. താങ്ക് യു വെരി മച്ച്. താങ്ക് യു വെരി മച്ച്.